മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട സൈക്കോ ത്രില്ലറുകളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. 1993 റിലീസ് ചെയ്ത ഈ മണിച്ചിത്രത്താഴ് 30 വർഷങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 17, 2024 റീ റിലീസ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രധാന കാരണവും നമ്മുടെ മലയാളികൾക്കിടയിലുള്ള ഈ ഒരു പോപ്പുലാരിറ്റി തന്നെയാണ്. മണിച്ചിത്രത്താഴ് ഒരുപാട് പ്രാവശ്യം ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ ശോഭനയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ ആക്ടിങ് കാണണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. ആ ഒരു ആഗ്രഹം തന്നെയാണ് ഈ റീ റിലീസിലൂടെ സാധിച്ചത്. അപ്പൊ ഞങ്ങളും ബാംഗ്ലൂരിൽ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഒത്തിരി അന്വേഷിച്ചു. മോർണിംഗ് ഷോകൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രാത്രിയാണ് പോയി കണ്ടത്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണിച്ചിത്രത്താഴിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ഫാക്ട്സിനെ കുറിച്ചാണ്. നമുക്കിപ്പോ ഈ 5 ഫാക്ട്സ് കാണാം. ഏറ്റവും അധികം റീമേക്കുകളുള്ള മലയാളം സിനിമയാണ് മണിച്ചിത്രത്താഴ്. നമുക്ക് എത്ര പേർക്കറിയാം? ഹിന്ദി, കന്നഡ, തെലുഗു, തമിഴ് ആൻഡ് ബംഗാളി ഇങ്ങനെ 5 ഭാഷകളിൽ ഈ മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ്, എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ തെക്കിനിയിലെ ഹൊറർ സീൻസ്. എപ്പോഴും തെക്കിനിയിലെ ഹൊറർ സീൻസ് കാണിക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സോങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എന്നാൽ ഈ ഹൊറർ സീനിന്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് വീണ എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വീണ മാത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ തെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറ് തന്നെയില്ല. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ട്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഒട്ടുമിക്ക ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സീൻസും കൊച്ചിയിലുള്ള ഹിൽ പാലസിലും തിരുവനന്തപുരത്തുള്ള പത്മനാഭപുരം പാലസിലുമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ നാഗവല്ലിയുടെ റൂമും അതുപോലെ തന്നെ ശങ്കരൻ തമ്പിയുടെ റൂമും ഇവിടെ രണ്ടും അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും ഈ 2 റൂമുകളും ജെമിനി സ്റ്റുഡിയോയുടെ ഓണറായ SS വാസന്റെ ചെന്നൈയിലുള്ള വാസൻ ഹൗസിലാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് പറഞ്ഞാല് നാഗവല്ലിയുടെ കാമുകനായ രാമനാഥൻ ശരിക്കും ഈ ഒരു റോൾ എന്ന് പറയുന്നത് കന്നഡ ആക്ടറായ ശ്രീധറാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആദ്യം ഈ റോളിന് വേണ്ടി സെലക്ട് ചെയ്തത് നമ്മുടെ ഡാൻസർ വിനീത് രാധാകൃഷ്ണനെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന് ഇതിൽ അഭിനയിക്കാൻ പറ്റാതെ വരികയും അതിനുശേഷം ശോഭനയാണ് ഈ ശ്രീധർ എന്ന് പറയുന്ന കന്നഡ ആക്ടറിനെ സജസ്റ്റ് ചെയ്തത്. ഇക്കാലത്ത് എപ്പോൾ ഒരു മൂവി റിലീസ് ചെയ്യുമ്പോഴും അത് മാക്സിമം 1 മാസം അല്ലെങ്കിൽ 2 മാസം വളരെ കഷ്ടപ്പെട്ട് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. എന്നാൽ 1993 മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ മേജർ സിറ്റീസിലുള്ള തിയേറ്റേഴ്സിലും 1 വർഷം, അതായത് 365 ദിവസം ഈ ചിത്രം ഓടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഷെയർ എന്ന് പറയുന്നത് 5 മില്യൺ ആയിരുന്നു. അതെന്ന് പറയുന്നത് ശരിക്കും ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയായിരുന്നു മണിച്ചിത്രത്താഴ്. ഇതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് വരുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്.